ഹായ് സ്റ്റുഡൻസ്, സൈനിക സ്കൂൾ നവോദയ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ സിസ്റ്റമാണ്. ഈ നമ്പർ സിസ്റ്റത്തിൽ 7 ക്ലാസ്സുകളാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി നമ്പർ സിസ്റ്റത്തിൻ്റെ ക്ലാസ് 8 വരാൻ സാധ്യതയുള്ള കുറച്ച് എക്സാമ്പിളുകളാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന വരാൻ സാധ്യതയുള്ള കുറച്ച് എക്സാമ്പിളുകൾ. ഈ നമ്പർ സിസ്റ്റത്തിനുള്ളിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിടാം. ഇൻ ആൻ എക്സാമിനേഷൻ Karan got 10 marks. Karan got 10 marks more than Bhavana. Full stop. Isha got 6 marks less than Bhavana. 6 marks less than Bhavana. If Trio means 3 പേർക്കും കൂടി TRIO. If Trio get a total of 170, then what is the mark obtained by Isha? ഇതാണ് ക്വസ്റ്റ്യൻ. ഒബ്റ്റൈൻഡ് ബൈ ഇഷ. അപ്പോൾ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ വന്നാൽ കമ്പാരിസണാണ് ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ചെയ്യേണ്ടത്. കമ്പാരിസൺ. ഇവിടെ ഞാൻ എക്സാമിനേഷൻ Karan got 10 marks more than Bhavana and Isha got 6 marks less than Bhavana. അപ്പോൾ ഇവിടെ ആരെയാണ് കമ്പയർ ചെയ്യുന്നത് നോക്കുക. അപ്പോൾ ആ ആളെ എക്സാക്റ്റ് എടുക്കുക. ആളുടെ മാർക്ക് നമുക്കറിയത്തില്ല, കൂടുതലൊന്നും കുറവെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഭാവനയെ നമ്മൾ എക്സ് എന്ന് എടുക്കുക. അപ്പോൾ ഇവിടെ ഭാവനയുടെ മാർക്കും കരണിൻ്റെ മാർക്കും, പിന്നെ ആദ്യത്തെ ആൾ കരൺ എന്നായിരിക്കുന്നത്, കരൺ പ്ലസ് ഭാവന പ്ലസ് ഇഷാൻ, ഇവർ 3 പേർക്കും കൂടി എത്ര മാർക്കാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 170 ആണ് പറഞ്ഞിരിക്കുന്നത്. 170 3 പേർക്കൂടെ കിട്ടിയ മാർക്ക്. അപ്പോൾ കരണ് ഭാവനയെക്കാളും എത്ര മാർക്ക് കുറവാണ്? കരൺ ഗോട്ട് 10 മാർക്സ് മോർ ദാൻ ഭാവന. അപ്പോൾ ഭാവനയെ കഴിഞ്ഞും 10 മാർക്ക് കൂടുതൽ, എക്സിനേക്കാൾ 10 മാർക്ക് കൂടുതൽ. പ്ലസ് ഭാവനയുടെ മാർക്ക് നമ്മൾ എക്സ് എന്ന് എടുത്തു. പ്ലസ് ഇഷാൻ ഗോട്ട് 6 മാർക്സ് ലെസ് ദാൻ ഭാവന. അപ്പം ഭാവനയെക്കാളും 6 മാർക്ക് കുറവ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടും നമുക്ക് എത്ര കിട്ടും? ഇതെല്ലാം കൂടെ കൂട്ടും നമുക്ക് 170 കിട്ടും. ഇനി ഈ 3 എക്സുകളോടെ കൂട്ടുമ്പോൾ x + x + x = 3x. ഇനി -6ഉം +10ഉം. അപ്പം വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക. 10ൽ നിന്ന് 6 കുറയ്ക്കുക. എന്നിട്ട് വലുതിൻ്റെ സൈനാണ് കൊടുക്കേണ്ടത്. 10ൽ നിന്ന് 6 പോയാൽ 3x + ഇവിടെ ക്വസ്റ്റ്യനിൽ 5 മാർക്സ് ലെസ് ദാൻ ഒരു കറക്ഷൻ വരുത്തുകയാണ്. ഇഷ ഗോട്ട് 5 മാർക്സ് ലെസ് ദാൻ ഭാവന എന്നാണ്. അപ്പം ഭാവനയെക്കാളും 5 മാർക്കാണ് കുറവ്. അപ്പോൾ 10ൽ നിന്ന് 5 പോയാൽ +10 ആണ് വലുത്. അതുകൊണ്ട് 3x + 5 വരും. 10ൽ നിന്ന് 5 പോയാൽ = 170. 3x മാത്രം ഈക്വലിന് ഇപ്പുറത്തിടുക. 3x = 170. ഈ +5 എന്നുള്ള ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോഴേക്കും അത് എത്രയായി വരും? -5 ആയി വരും. -5. 3x = 165. 170 നിന്ന് 5 മൈനസ് ചെയ്ത് x = ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലിക്കേഷനാണ്. ഈക്വലിന് അപ്പുറത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ ഡിവിഷൻ ഓപ്പോസിറ്റ് ക്രിയ വരും. = 355. ഇതാണ് ആരുടെ മാർക്ക്? എക്സിന് നമ്മൾ ആരായിട്ട് എടുത്തിരിക്കുന്നത്? എക്സ് ഭാവനയുടെ മാർക്കാണിത്. ഭാവന നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആരുടെ മാർക്കാണ്? ഇഷാൻ്റെ മാർക്കാണ്. അപ്പം ഭാവനാസ് മാർക്ക് എത്രയാണ്? ഭാവനാസ് മാർക്ക് ഈസ് ഈക്വൽ ടു 1
55 നമുക്ക് കിട്ടി ഭാവനയുടെ മാർക്ക്. ഇനി ഭാവനയുടെ മാർക്കാണ് 55 എന്ന് പറയുന്നത്. ഇനി ഭാവനയേക്കാൾ എത്ര കുറവാണ് ഇഷയ്ക്ക്? ഇഷയുടെ മാർക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ദെൻ ഇഷ ഗോട്ട് 5 മാർക്സ് ലെസ് ദാൻ ഭാവന എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാവനയെക്കാളും 5 മാർക്ക് കുറവാണ് ഇഷയ്ക്ക്. അപ്പോൾ ഇഷാസ് മാർക്ക് ഈസ് ഈക്വൽ ടു, ഇഷയുടെ മാർക്ക് എന്ത് ചെയ്യണം? ഭാവനയുടെ മാർക്കിൽ നിന്ന് 5 മാർക്ക് മൈനസ് ചെയ്യുക. 55 മൈനസ് 5 ഈസ് ഈക്വൽ ടു 50. ഇതാണ് ഇഷയുടെ മാർക്ക്. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതാണിത്. നന്നായി ചെയ്ത് ഹൃദയസ്ഥാക്കുക, നന്നായിട്ട് പഠിക്കുക. ഇതുപോലെ ഏത് വന്നാലും ആരെയാണ് കമ്പയർ ചെയ്യുന്നത്, ആ കമ്പയർ ചെയ്യുന്നയാളെ എക്സ് എന്ന് എടുക്കുക. എന്നിട്ട് കൂടുതലെന്ന് പറയുമ്പോഴത്തേക്ക് എക്സിനോട് കൂട്ടുക, കുറവെന്ന് പറയുമ്പോഴത്തേക്ക് എക്സിൽ നിന്ന് കുറയ്ക്കുക, കാണിക്കുക. എന്നിട്ട് ടോട്ടൽ മാർക്ക് എപ്പോഴും 3 പേരുടെ കൂടെ മാർക്ക് തന്നിരിക്കും. അതിനുശേഷം ഈ ചെയ്തതുപോലെ വീണ്ടും എഴുതി ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി വീണ്ടും ഇതുപോലെയുള്ള പ്രോബ്ലം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തൊരു എക്സാമ്പിളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.